20-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഏറെ പരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രികാലം വായിക്കുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന്റെ വചനം വളരെ ശക്തിയേറിയ ഒന്നാ. ഹല്ലേലൂയ. ആ ദൈവവചനത്തിന്റെ മുമ്പായി നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രികാലം സംസാരിക്കുവാൻ, വചനത്തിലൂടെ നമ്മളോട് വ്യക്തിപരമായി ഇടപെടുവാൻ, ഹല്ലേലൂയ, വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദിനംപ്രതി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മുടെ കൂടെയുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടോ നമ്മുടെ മക്കളോടോ ഹല്ലേലൂയ നമ്മുടെ ചാർച്ചക്കാരോടോ ഒന്നും പറയാത്ത പല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാ. ഹല്ലേലൂയ. ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിന് നമ്മൾക്ക് മാത്രമേ അറിയൂ. ദൈവസന്നിധിയിൽ നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെയും നിവർത്തിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഞാനും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കുറേയധികം വിഷയങ്ങളുണ്ട്. ഹൃദയത്തില് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിനൊക്കെയും കർത്താവ് മറുപടി നൽകുമെന്ന് പൂർണ്ണമായും ഞാനും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനം ശക്തിയേറിയ ഒന്നാ. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളത്തെ കത്തിക്കുന്ന ഒന്നാ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്ന അനേക വേദവാക്യങ്ങള് നമ്മുടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്കു പറഞ്ഞത് കൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിന് ഇരയായിത്തീരും. ഹല്ലേലൂയ. എന്റെ വചനം നിന്റെ വായിൽ തീയാക്കി മാറ്റുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്നത് കേവലം തണുത്തതല്ല, അത് ഐസ് കട്ടയല്ല. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്നത് തീയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളത്തെ കത്തിക്കുന്ന ഒന്നാണെന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ. ഹല്ലേലൂയ. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്ന പ്രതിസന്ധികൾ ഹല്ലേലൂയ ആയിത്തീരും. ഹല്ലേലൂയ. ഇന്നലെ വരെ ഉടയത്തില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഹല്ലേലൂയ ഉടയ്ക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നോക്കി നമ്മുടെ ദേശത്തുള്ളവർ അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ച ചിലർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഒരിക്കലും നന്നാവില്ല, അല്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവില്ല, നീ തീർന്നു, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയില്ല, നീ തകർന്നു പോയി എന്ന് പറയുന്നവര് നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഉടയത്തില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ചിലത് ഉടയ്ക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ലോകം പറയുന്നത് പോലെയല്ല ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ വാർത്തെടുക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമുക്ക് ശക്തി പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്? നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടണം,
നീതി എന്ന കവചം ധരിക്കണം. ഹല്ലേലൂയ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിചയം എടുക്കണം. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം ശത്രു നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് ശത്രുവിന്റെ ആ ആക്രമം ഏൽക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, വിശ്വാസം എന്ന പരിചയം എടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ശത്രുവിനെ വെട്ടുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വചനത്താൽ ചെയ്യുവാൻ കഴിയുന്നത് ഹല്ലേലൂയ വേറെ ഒരു കാര്യത്തിനും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് ദൈവവചനത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ചില വേദഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 37-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 37-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ പ്രവാചകനോട് ദൈവം പറയുക, ഹല്ലേലൂയ നീ എന്താ കാണുന്നത്? ഹല്ലേലൂയ. അവിടെ കാണുന്നത് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയെ കണ്ടിട്ട് ദൈവം ചോദിക്കുക, പ്രവാചക ഹല്ലേലൂയ ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകനോട് ദൈവം ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ പ്രവാചകൻ പറയുക, കർത്താവേ എനിക്കറിയില്ല, എന്നാൽ നീ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. അതിന് പ്രവാചകനോട് ദൈവം പ്രകാരം പറയുക, നീ ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ. ഈ അസ്ഥിയോട് പ്രവചിക്കുക. സ്തോത്രം. തെക്കിനോടും വടക്കിനോടും ഹല്ലേലൂയ പടിഞ്ഞാറിനോടും പ്രവചിക്കുക എന്ന് ഹല്ലേലൂയ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. ഹല്ലേലൂയ. അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതില് ത്വക്കും ഞരമ്പും വന്നു പിടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ചിലതിനു മേൽ ജീവൻ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നിടത്ത് ഹല്ലേലൂയ അത്ഭുതങ്ങൾ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ശൂന്യതയുടെ നടുവിൽ കിടക്കുന്നതും ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാല് ജീവൻ ഏറ്റെടുക്കുവാൻ ഇടയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നത് ഹല്ലേലൂയ ദാവീദ് പറയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയും ഹല്ലേലൂയ അവൻ നിനക്ക് നൽകട്ടെ. ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ദൈവമേ എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു നൽകണമേ എന്ന് ദാവീദ് കർത്താവിനോട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും
ഞാൻ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവ് അത് നൽകിയതിനായി സ്തോത്രം, കർത്താവ് അത് നൽകിയതിനായി നന്ദി എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ ഞാൻ പറയുകയാണ്. ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഞങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തനോട് അത് പറയുകയും ചെയ്തു. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കൊല്ലത്തിന്റെ പ്രദേശത്ത് അടിയനും ഒരു ട്രെയിനിങ്ങിന് വേണ്ടി കടന്നുപോയി. പ്രിയപ്പെട്ടവരോട് അത് പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ചില ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അതിന് നടുവിൽ പ്രവർത്തിക്കുമെന്നൊരു പൂർണ്ണമായ ഒരു വിശ്വാസം എന്റെ ജീവിതത്തിലുണ്ട്. നാളുകളായി മാസങ്ങളായി ഞങ്ങൾ ദിവസത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളാണ്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം അത് കർത്താവ് നിവർത്തിച്ച് നൽകുമെന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം എന്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ ദാസനായ ദാവീദിന്റെ ജീവിതത്തിൽ തനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ ഒരു ആഗ്രഹം ഹല്ലേലൂയ സ്തോത്രം 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ വനാന്തരത്തിൽ നിന്നും തന്നെ ദൈവം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങള് ദൈവം തനിക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. താൻ കിടക്കുന്ന കട്ടില് ദേവദാരു കൊണ്ട് ചന്ദനം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. താൻ പണിതിരിക്കുന്ന അരമന എന്ന് പറയുന്നത് ദേവദാരു കൊണ്ടുള്ള അരമനയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. വനാന്തരത്തിൽ ആടിനെ മേയിച്ചുകൊണ്ട് ഇരുന്ന ദാവീദിനെ ഇത്രയും ശ്രേഷ്ഠമായി അനുഗ്രഹിച്ചു കൊണ്ടുവന്ന ദൈവം നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു രാത്രി താൻ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ തനിക്ക് ദുഃഖമുണ്ടായി. വനാന്തരത്തിൽ നിന്ന് തന്നെ ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് അപ്പുറം ഇരിക്കുമ്പോൾ താൻ എങ്ങനെയാണ് കമ്പരമുട്ടുകൊണ്ടുണ്ടാക്കിയ ഈ കട്ടലിൽ എന്ന് ദാവീദ് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. തന്റെ ദാസൻ ചോദിക്കാതെ അങ്ങ് എന്താണ് ഉറങ്ങാത്തത്? ഹല്ലേലൂയ. അപ്പോൾ താൻ പറയുക, തനിക്ക് ഉറക്കം വരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. താൻ കാട്ടിൽ കിടന്ന എന്നെ ദൈവം ഇത്രയും ഉയർത്തി, എന്നാൽ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് അപ്പുറത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ എങ്ങനെ ഉറങ്ങാൻ സാധിക്കുമെന്ന് ദാവീദ് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. തനിക്കൊരു ആഗ്രഹമുണ്ടായി, ദൈവത്തിനൊരു ആലയം പണിതിട്ടല്ലാതെ താൻ ഇനി ഇവിടെ കിടക്കുകയില്ല. ഹല്ലേലൂയ. തനിക്ക് ദൈവത്തിനൊരു ആലയം പണിയണമെന്ന ആഗ്രഹം ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാഥാൻ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് ഹല്ലേലൂയ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നാഥാൻ പ്രവാചകൻ വരുന്നത് കണ്ട് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറയുക, ഹല്ലേലൂയ, ഇന്നലെ രാത്രിയിൽ കിടക്കുമ്പോൾ നിനക്കൊരു ആഗ്രഹമുണ്ടായി, ദൈവത്തിന് ഒരു ആലയം പണിയണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി എന്ന് 8-ാം കാണാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭു ആയിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ
വലുതാക്കും ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പറയുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. തന്റെ ആഗ്രഹത്തെ, ദാവീദിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു ആലയം പണിയണമെന്നുള്ളത് ആയിരുന്നുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ തന്റെ കരങ്ങൾ രക്തം പുരണ്ട കരങ്ങളായിരുന്നത് കൊണ്ട് തന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ ദൈവം ഹല്ലേലൂയ തന്റെ തലമുറയെ കൊണ്ട് അത് സാധ്യമാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണാം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദാവീദിന്റെ ആ ആഗ്രഹത്തെ ദാവീദിലൂടെ ചെയ്യാതെ അത് മാറ്റി വെച്ചില്ല ദൈവം. ഹല്ലേലൂയ. ദാവീദിലൂടെ ചെയ്യാതെ തന്റെ തലമുറയിലൂടെ തന്റെ ആഗ്രഹം നിവർത്തിക്കുമെന്ന് ദൈവം പറയുവാനായിട്ട് ഇടയായി തീർന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കും. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ തലമുറകളിലൂടെ ചെയ്തു തരുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ കർത്താവ് സാധിപ്പിച്ചു തരും. നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്തു തന്നെ ആഗ്രഹമായിരുന്നാലും ഏത് ആഗ്രഹങ്ങളെയും ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ അതിനെ സാധിപ്പിക്കുന്ന ഉന്നതനായ വലിയവനായ ഹല്ലേലൂയ സർവശക്തനായ ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളെ നമ്മൾ രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലെല്ലാം സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രികാലം ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം എന്തെന്ന് നമ്മൾ പരസ്പരം അറിയുന്നില്ല എങ്കിൽ തന്നെയും അതൊക്കെയും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ നിലവുകളെയൊക്കെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ശക്തമായി കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് ദിവസങ്ങളിൽ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലൂസിഫറിന്റെ ആഗ്രഹം ദൈവത്തെക്കാൾ വലിയവനാകണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ലൂസിഫറിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് ഹവ്വായ്ക്കും ഉണ്ടായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അല്ലാത്തത് കൊണ്ട് അതിനെ ദൈവം വെട്ടിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ലൂസിഫറിന്റെ ആഗ്രഹത്തെ ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് തട്ടി. അതുപോലെ തന്നെ ആദാമിന്റെയും ഹവ്വായുടെയും ആഗ്രഹത്തെ ദൈവം തോട്ടത്തിന് പുറത്തേക്ക് തട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നിട്ടും ലൂസിഫറിന്റെ ആഗ്രഹം തീർന്നില്ല. അവന് മനുഷ്യരാകുന്ന നമ്മളെ മുതലെടുത്തുകൊണ്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ശത്രുവിനെ ഹല്ലേലൂയ നമ്മൾക്ക് എതിർത്ത് നിൽക്കേണ്ടതിന് നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സംസാരങ്ങള് ദൈവത്തിന് ഹിതമുള്ളതാണോ എന്ന് ഈ ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഹല്ലേലൂയ ദൈവേഷ്ടം നിറവേറുന്നതിന് വേണ്ടി നമ്മളെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ നന്മകളെ തടഞ്ഞു വെക്കുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ പോരുകളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഹല്ലേലൂയ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് ഹല്ലേലൂയ അതിനെയൊക്കെയും ജയമെടുക്കുവാനുള്ള ദൈവകൃപ ഈ നാളുകളിൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഹല്ലേലൂയ നമ്മൾക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തെ ആരാധിക്കുവാനാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയ ദൈവത്തിന്റെ സ്നേഹം ഓർത്താൽ ഹല്ലേലൂയ എങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പല ശോധനകളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളും കടന്നുപോയി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവന് വർഷങ്ങൾക്ക് മുൻപ് അനേക അപകടങ്ങളിലൂടെ കടന്നുപോയി. തടിയുടെ പണിയൊക്കെയും ചെയ്യുമ്പോൾ പല അപകടങ്ങൾ കടന്നുപോയി. മരിച്ചുപോയ അവസ്ഥകൾ വരെ ജീവിതത്തിൽ കടന്നു വന്നു. കൂടെ ഉണ്ടായിരുന്നവർ, കൂട്ടുകാരൊക്കെ മരിച്ചുപോയി എന്ന് വിധി എഴുതിയപ്പോഴും ഹല്ലേലൂയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇയാൾ മരിച്ചുപോയി എന്ന് പറയുന്ന പല സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. 5-6 പ്രാവശ്യത്തോളം അപകടങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. തടി വന്ന് പുറത്ത് വീണു. അതുപോലെ തന്നെ മൂക്കിന്റെ പാലം ഒടിഞ്ഞു. അതുപോലെ
അനേക അപകടങ്ങള് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴൊന്നും യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നിരുന്നില്ല. ഞാനാണെങ്കിലും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും എന്നുള്ളതല്ലാതെ യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അപ്പോഴൊക്കെയും. എന്നാൽ പ്രിയപ്പെട്ടവന്റെ ഉള്ളത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപകടം നടന്ന സമയങ്ങളിലൊക്കെയും തനിക്ക് കേൾക്കാം, ഹല്ലേലൂയ, കൂടെ ഉണ്ടായിരുന്നവർ അനക്കമില്ല, മരിച്ചുപോയി എന്ന് പറയുന്ന ഒരവസ്ഥ തന്റെ ചെവിയിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആ ശോധനകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെയും തന്റെ മക്കളെ ഓർത്ത്, ഹല്ലേലൂയ, അടിയങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ, ഹൃദയത്തിൽ വളരെ വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തോട് തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവന്റെ, ഹല്ലേലൂയ, പിതാവിന്റെ സഹോദരിമാരും അവരൊക്കെയും ദൈവസന്നിധിയിൽ നേർന്ന് പ്രാർത്ഥിച്ച ഒരു മകനായിരുന്നു. ഹല്ലേലൂയ. പ്രിയ പിതാവിനും മാതാവിനും 6 വർഷത്തോളമായി മക്കളില്ലാതിരുന്നിട്ട് പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു പൈതലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ. 6 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു സന്തതി എന്ന നിലയിൽ, ഒരുപാട് പ്രാർത്ഥിച്ച് കർത്താവ് നൽകിയ കുഞ്ഞെന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി നേർന്ന് പ്രാർത്ഥിച്ച ഒരു മകനായിരുന്നു. അത്ര വേഗം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടേണ്ടതല്ല എന്ന് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത്രത്തോളം കർത്താവ് നിലനിർത്തിയത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് തന്റെ പഴയ കാല ആ ജീവിതത്തിൽ നിന്നൊക്കെ ദൈവം മാറ്റിയെടുത്തു ഈ നിലയിൽ കർത്താവ് കൊണ്ടെത്തിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവസഭയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മുഖാന്തരമായി കർത്താവ് മുന്നമേ കണ്ടതായതുകൊണ്ട് നഷ്ടപ്പെടുവാൻ ഇടവരുത്താതെ കർത്താവ് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഇത്രത്തോളം നിലനിർത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ദൈവസഭയിൽ സഭയുടെ ഒരു നെടുന്തൂണായി കർത്താവ് ഞങ്ങളെ നിർത്തി ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവന്റെ വളരെ നാള് ഉള്ള ആഗ്രഹമായിരുന്നു ബൈബിൾ കോളേജിൽ ചേരണം, ബൈബിൾ വചനമൊക്കെ പഠിക്കണം, ശുശ്രൂഷിക്കണം എന്നൊക്കെ വളരെ ആഗ്രഹത്തോടെ ഷാജി പാസ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങള് ബൈബിൾ കോളേജിൽ കടന്നു വരുവാനും വചനം പഠിക്കുവാനും ഒക്കെ ഇടയായത്. എന്നാൽ അടിയനെപ്പോഴും എനിക്കെപ്പോഴും ആ ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിക്കും, എന്നിരുന്നാലും അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാലും ഞാൻ നോട്ടൊക്കെ എഴുതി കൊടുക്കും, ഗൂഗിൾ മീറ്റിലൊക്കെ ഞാൻ കയറും. എന്നിരുന്നാലും ആ ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഷാജി പാസ്റ്ററാണ്. ഷാജി പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുടുംബമായി ദൈവവചനം പഠിക്കണം, ദൈവവചനം ശുശ്രൂഷിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ട കൈത്താങ്ങലുകളൊക്കെ നൽകി ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം ദൈവദാസന് ഞങ്ങളെ നിർത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടു പോകാതെ ഇത്രത്തോളം കർത്താവ് ബലപ്പെടുത്തി പ്രിയപ്പെട്ടവനെ വഴി നടത്തിയതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. പ്രചോദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞങ്ങൾ ദൈവത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഈ ദിനങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 68-ന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണാം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവം എഴുന്നേൽക്കും എന്നുള്ള ഒരു വിശ്വാസം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റാൽ, ഹല്ലേലൂയ, കൊടുമുടികൾ ഇളകി മാറും. ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റാൽ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ശത്രു ഉരുകി മാറുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ജീവിതത്തില് എന്തൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യുവാന് എല്ലാവരെയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റാൽ 4 കാര്യങ്ങൾ നടക്കുമെന്ന് 68-ാം സങ്കീർത്തനത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഹല്ലേലൂയ. ഇതിൽ
4 കാര്യങ്ങൾ, ദൈവം എഴുന്നേറ്റാൽ 4 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഒന്ന്, ദൈവം നമുക്ക് രക്ഷ നൽകും. ഹല്ലേലൂയ. ദൈവം നമുക്ക് രക്ഷ നൽകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി പറയുന്നു, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കും. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ കാണാതെ ഹല്ലേലൂയ അത് മറികടന്ന് പോകുന്ന ദൈവത്തെ അല്ല നമ്മൾ ഇന്ന് രാത്രികാലം ആരാധിക്കുന്നത്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഭാരം അനുഭവിക്കാൻ, നമ്മൾ കഷ്ടം അനുഭവിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല, കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവോ കർത്താവ് നമ്മളെ ഇതിൽ നിന്നൊക്കെ വിടുവിച്ച് ഹല്ലേലൂയ ഭാരങ്ങളെയൊക്കെ ഹല്ലേലൂയ വിടുവിച്ച് ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുവാനായിട്ട് ഇടയായി തീരും. അതുപോലെ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ 4 കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം എഴുന്നേറ്റാൽ നടക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാ. ഹല്ലേലൂയ. പല അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ വിടുവിച്ച് ഹല്ലേലൂയ ദൈവം നമ്മളെ നിർത്തിയല്ലോ. നമ്മളൊക്കെയും യാത്ര ചെയ്തു, വാഹനത്തിൽ യാത്ര ചെയ്തു, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പലവിധമാകുന്ന അപകടങ്ങൾ നമുക്ക് വരാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഭവനങ്ങൾ വിലാപ ഭവനങ്ങളാകാമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മലമുറിയിട്ട് കരയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിച്ച് കർത്താവ് നമുക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, കർത്താവ് നമ്മളെ ഓരോ ദിനവും വഴി നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കഴിവല്ല, ഹല്ലേലൂയ നമുക്ക് കഴിവുകളൊന്നുമില്ല, നമ്മുടെ ശ്രേഷ്ഠതയൊന്നുമില്ല, നമ്മള് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പുണ്യപ്രവൃത്തി ഒന്നും കൊണ്ടല്ല, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ഒന്ന് മാത്രമാണ് ഇത്രത്തോളം നമ്മളെ കർത്താവ് കരങ്ങളിൽ താങ്ങുവാനായിട്ടിടയായി തീരുന്നത്. ഹല്ലേലൂയ. ഓരോ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റു പലരെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എസ്തേറിന്റെ പുസ്തകം അതിന്റെ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഹാമാനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. ഹാമാന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ തന്നെ എല്ലാവരും വീണ് നമസ്കരിക്കണം. എല്ലാ ദിവസവും ഹാമാൻ കൊട്ടാരത്തിൽ വരുമ്പോൾ എല്ലാവരും അവനെ വീണ് നമസ്കരിക്കണമെന്നായിരുന്നു ഹാമാന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും അവനെ വീണ് നമസ്കരിക്കുന്ന കൂട്ടത്തില് ഒരുത്തൻ മാത്രം വീഴുന്നില്ല, ഒരുത്തൻ മാത്രം നമസ്കരിക്കുന്നില്ല. ഹല്ലേലൂയ. അത് മൊർദെഖായി മാത്രം ഹാമാനെ നമസ്കരിക്കുവാനായിട്ട് തയ്യാറായില്ല. ഹല്ലേലൂയ. ഹാമാന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത മൊർദെഖായിയെ ഹല്ലേലൂയ 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിൽ തൂക്കുവാൻ ഹാമാന് ആഗ്രഹം തോന്നി. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ തകർക്കുവാൻ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതിലൊന്നും അകപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഹല്ലേലൂയ നമ്മുടെ തലമുറകൾക്കുമെതിരെ പരസ്യമായി ഹല്ലേലൂയ അപമാനപ്പെടുത്താൻ, പരസ്യമായി നമ്മളെ തൂക്കിക്കളയാൻ പിശാച് കൊണ്ടുവന്ന സകല പദ്ധതികളെയും ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം അഴിച്ചു മാറ്റുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഹാമാൻ പറയുന്നത് ഹാമാനെ നമസ്കരിക്കാത്തവനെ തൂക്കുന്നത് പട്ടണം മുഴുവൻ കാണണം എന്നുള്ള ആഗ്രഹം ഹാമാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പട്ടണം മുഴുവൻ കാണുന്ന രീതിയിൽ മൊർദെഖായി ആയിരിക്കുന്ന ഒരവസ്ഥ ഹല്ലേലൂയ ഹാമാൻ ആഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നന്മ പ്രാപിക്കുന്നതോ ഒന്നും കാണുവാൻ കഴിയാത്ത ശത്രുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാരിലൂടെ ഹല്ലേലൂയ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഹല്ലേലൂയ പട്ടണം മുഴുവൻ നമ്മെ അപമാനിക്കാൻ പിശാച് ചില തന്ത്രങ്ങള്
ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അതിനെ എല്ലാം പൊട്ടിച്ചു കളയുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം ഹാമാന്റെ മാത്രം ദൈവമല്ല, ഹല്ലേലൂയ, മൊർദെഖായിയുടെ ദൈവമാണെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ദേശത്ത് നിന്നാപാത്രമായി തീരുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ പരസ്പരം ഇരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചതല്ലാതെ ഞങ്ങളുടെ സങ്കടങ്ങൾ ആരോടും ബോധിപ്പിക്കാൻ പോയില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനത്തിലുള്ളവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയപ്പെട്ടവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, സഹോദരങ്ങളൊന്നുമില്ല. എന്നാൽ തന്റെ അപ്പന്റെ സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഞങ്ങളെ തഴഞ്ഞതായിരിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവസ്ഥലത്തിൽ ഇപ്പോഴും ഞങ്ങള് ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച് കരയുന്ന ചില സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദേശത്ത് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ശത്രുവിന്റെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അതിനെതിരെ പോരാടുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനായിട്ട് ഇടയായി തീർന്നു. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് ഹാമാന്റെ ഭാര്യ പറയുന്ന ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റു പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവനെ തോൽപ്പിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആരാധിക്കുന്ന ഒരുവനെ ജയിക്കുവാനായിട്ട് ഹല്ലേലൂയ ആർക്കും കഴിയുകയില്ല. പ്രമാണത്തിൽ നിൽക്കുന്ന ഒരുവനെ ജയിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മെ ജയിക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. നമ്മെ അപമാനപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മളായിരിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കും. നമ്മൾ ഒരു നാളും നിന്നാപാത്രമായി തീരുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. രാജാവ് ഹല്ലേലൂയ വിശ്വസിച്ചാക്കി വെച്ച ഹാമാന്റെ ആഗ്രഹത്തെ രാജാവ് തട്ടിയിട്ട് ഒരു അനാഥയായ അല്ലെങ്കിൽ എസ്തേറിന്റെ അടുത്ത് വന്നിട്ട് രാജാവ് എസ്തേറിനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ ആഗ്രഹം എന്താ, അത് ഞാൻ സാധ്യമാക്കി തരാമെന്ന് എസ്തേറിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് പറയാമെങ്കിൽ തീർച്ചയായും അവനത് നടത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. ഹാമാന്റെ ആഗ്രഹത്തെ വെട്ടിയ രാജാവ് ഹല്ലേലൂയ എസ്തേറിനോട് ചോദിക്കുക, നിന്റെ ആഗ്രഹം എന്താ? ഹല്ലേലൂയ. രാജാവ് വിശ്വസ്തനായി കൊണ്ടു നടന്ന ഹാമാന്റെ ആഗ്രഹത്തെ വെട്ടിയിട്ട് ആ ആഗ്രഹം എസ്തേർ എങ്ങനെ പിടിച്ചെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഹല്ലേലൂയ എസ്തേർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരുവനെ ഹല്ലേലൂയ സ്തോത്രം ജയിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മൾ മുഴങ്കാലുകളെ മടക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ശക്തനാണ് എന്ന് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയല്ലാതെ വേറെ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം തീർച്ചയായിട്ടും കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. എങ്ങനെയാണ് നിന്റെ ആഗ്രഹം നടന്നത് എന്ന് ഹല്ലേലൂയ ലോകം പകച്ചു നിൽക്കും. ഹല്ലേലൂയ. എങ്ങനെ അവന് ഒരു ഉയർച്ചയുണ്ടായി? ഹല്ലേലൂയ. എങ്ങനെ അവൻ അതിൽ നിന്ന് കരകയറി? അവൻ തകർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എങ്ങനെ അവൻ അതിൽ നിന്നും കരകയറി എന്ന് ചിന്തിക്കുന്ന പകച്ചു നിൽക്കുന്നവർ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ പകച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയുവാൻ സാധിക്കണം, ഹല്ലേലൂയ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ഞാൻ ഉപവസിച്ചത് വെറുതെയല്ല, ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയത് വെറുതെയല്ല, ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെയല്ല. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് എനിക്ക് വേണ്ടി വഴികളെ തുറന്നു എന്ന് പറയുവാനായിട്ട് ഹല്ലേലൂയ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുവാനായിട്ട് സാധിക്കും, ഹല്ലേലൂയ നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു നൽകും. ഹല്ലേലൂയ.
ദൈവം തുറക്കുന്ന വഴിയെ ഹാലലുയ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ഹാലലുയ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് രാത്രികാലം ഹാലലുയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹാലലുയ ചലിക്കുവാനായിട്ട് ഇടയായി തീരും. ഹാലലുയ സ്തോത്രം. ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടെ ആയിരിക്കുന്നുവോ, നിരാശയോടെ ആയിരിക്കുന്നുവോ, ഹാലലുയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കർത്താവ് അതിന് മറുപടി നൽകുവാനായിട്ട് ഇടയായി തീരും. ഹാലലുയ കർത്താവ് തുറക്കുന്ന വഴിക്ക് പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് തുറക്കുന്ന വഴി ഉലകത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വഴിയായിരിക്കും ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. നമ്മുടെ അമ്മ കണ്ടിട്ടില്ലാത്തത്, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ കണ്ടിട്ടില്ലാത്തത്, നമ്മുടെ സഹോദരങ്ങൾ കണ്ടിട്ടില്ലാത്തത്, നമ്മുടെ ദേശം കണ്ടിട്ടില്ലാത്തത്, നമ്മുടെ ചാർച്ചക്കാരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഹല്ലേലൂയ അനുഗ്രഹങ്ങള് കർത്താവ് നമ്മൾക്ക് വേണ്ടി നൽകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ പലപ്പോഴും കർത്താവിന്റെ അഭിഷേകത്തിന് ഷാൽ പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്തൊക്കെയും വചനദൂതുകളൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഞാനത് പിടിച്ചെടുക്കാറുണ്ട്. ഹല്ലേലൂയ ആമേൻ പറഞ്ഞത് പിടിച്ചെടുക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ ദൂതുകളൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആമേൻ പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ കർത്താവിന്റെ അഭിഷേകം പറയുന്ന പല വചനങ്ങളും ഹല്ലേലൂയ എന്റെ ജീവിതത്തില് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അത് വിടുതലായി മാറാറുണ്ട്. ഹല്ലേലൂയ പലപ്പോഴും ഹൃദയ നുറുക്കത്തോടെ ഇരിക്കുമ്പോഴൊക്കെയും ആ വചനം എന്റെ ജീവിതത്തിൽ ആശ്വാസമായി തീരാറുണ്ട്. ഹല്ലേലൂയ തീർച്ചയായും ഹല്ലേലൂയ ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോയി, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോയി, ഇടക്കൂട്ടായ്മകളൊക്കെ പോയി, ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്നൊക്കെ അകന്നു മാറുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ ജോലിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ പല കാര്യങ്ങൾക്കായി പുറത്തൊക്കെയും കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തിന്റെ ആ ഒരു നിയോഗത്തിൽ നിന്നൊക്കെ തെന്നി മാറുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ബൈബിൾ കോളേജിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ രാത്രികാലം 7 മണി മുതൽ 9 മണി വരെ എന്ന് പറയുന്ന ആ ഒരു സമയം ഹല്ലേലൂയ വളരെ വിലപ്പെട്ടതാ. ഞങ്ങളെ സംബന്ധിച്ച് 7 മണിയാകുമ്പോൾ ഹല്ലേലൂയ വളരെ തിടുക്കത്തോടെ തയ്യാറെടുപ്പോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ വചനം സംസാരിക്കുവാനും എല്ലാ കർത്താവ് ഈ നാളുകളിൽ ഹല്ലേലൂയ ഇടയാക്കുന്നതോർ ദൈവത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദിവസഭയിൽ പോലും ഹല്ലേലൂയ ഞാൻ ദൈവവചനമായൊന്നും ഇതുവരെയും നിന്ന് സംസാരിച്ചിട്ടില്ല. സാക്ഷ്യം പറയുമെന്നതല്ലാതെ ഇതുവരെയും ഒരു വചനം എടുത്തു പറയുവാനുള്ള പ്രാഗൽഭ്യം ഒന്നും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പ്രാഗൽഭ്യമില്ല, അറിവില്ല, ഹല്ലേലൂയ യോഗ്യതയില്ല. എങ്കിലും പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പഠിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ മാസക്കാലം കെസിയ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് ഇടയായിത്തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ ഇന്ന് വരെ ഇതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വചനം സംസാരിക്കുവാനൊക്കെ പറഞ്ഞപ്പോൾ മടിയോട് കൂടെയാണ് ഞാനത് ഹല്ലേലൂയ ഏറ്റെടുത്തതെങ്കിലും ഹല്ലേലൂയ സർവശക്തനായ ദൈവം ബലപ്പെടുത്തുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മൾ ലജ്ജ കൂടാതെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും കർത്താവ് നമ്മളെ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഹല്ലേലൂയ ചിലപ്പോൾ നമ്മുടെ നാവിന്മേൽ വരില്ല. ഹല്ലേലൂയ കർത്താവ് നമ്മളെ നിർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ സഹോദരി മീറ്റിങ്ങിലൊക്കെ 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒക്കെ സംസാരിക്കുവാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ ബൈബിൾ കോളേജിലേക്ക് കടന്നു വന്ന സമയം മുതൽ എന്റെ പ്രിയപ്പെട്ടവനാണെങ്കിലും ഹല്ലേലൂയ 5 മിനിറ്റ് ഒക്കെ സംസാരിക്കുവാൻ, 10 മിനിറ്റ് ഒക്കെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവ് ഹല്ലേലൂയ എത്രത്തോളം ബലപ്പെടുത്തുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ ഹല്ലേലൂയ സ്തോത്രം ഓർത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം എത്രത്തോളം നിൽക്കാമോ അത്രത്തോളം ഹല്ലേലൂയ നിൽക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ കുറെ നാളുകളായി ഹല്ലേലൂയ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പറയുമ്പോൾ അങ്ങ് വെറുതെ പറയുന്നതല്ല. ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ശ്രേഷ്ഠത കണ്ടൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. ആ കർത്താവ്